ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടുള്ള മറൈൻ വേൾഡ് അക്വേറിയത്തിന്റെ മുന്നിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയമാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ മറൈൻ വേൾഡ് അക്വേറിയം. തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസങ്ങളിൽ രാവിലെ 10:30 മുതൽ 6:30 വരെയാണ് അക്വേറിയം പ്രവർത്തിക്കുന്നത്. സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയുമാണ് പ്രവർത്തിക്കുന്നത്. 400 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 350 രൂപ മതി. കുട്ടികൾക്കാണെങ്കിൽ 280 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മറൈൻ വേൾഡിന്റെ വെബ്സൈറ്റ് വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അക്വേറിയത്തിന് പുറമെ ഒരു ഹൊറർ ഹൗസും 16D സിനിമ തിയേറ്ററും ബേർഡ്സ് പാർക്കും ഇവിടെ ഉണ്ട്. അവിടേക്കാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വൃത്തി എടുത്ത് പറയേണ്ടതാണ്. ടോയ്ലറ്റും എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ. ധാരാളം സ്റ്റാഫും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും അക്വേറിയത്തിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരുട്ടാണ് നമ്മളെ വരവേൽക്കുന്നത്. ചില്ല് കൂടുകൾക്കുള്ളിലെ വെളിച്ചത്തിൽ നമുക്ക് മീനുകളെ കാണാം. ഇവിടെ കണ്ടോ, കാറിൻ്റെ ഉള്ളിൽ ഒരു അക്വേറിയം തീർത്തിരിക്കുന്നത്, കാർ അക്വേറിയം. ഇത് ഈ അക്വേറിയത്തിലെ ഒരു പ്രത്യേകതയാണ്. ഒരു സിലിണ്ടർ അക്വേറിയം ഇവിടെയുണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ ഫ്ലാഷ് പാടില്ല എന്നിവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ് അക്വേറിയം കാണുന്നില്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ അക്വേറിയമാണ് ഇത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഞാൻ തുടങ്ങി, ഇതിൻ്റെ എൻഡ് കുറേ അപ്പുറത്താണ്. ഇതിനുള്ളിൽ കുറേ മത്സ്യങ്ങളൊന്നും കാണാനില്ല. കാറിൽ മാത്രമല്ല ഓട്ടോറിക്ഷയിലും അക്വേറിയം ഒരുക്കിയിട്ടുണ്ട്. മത്സ്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അതാതിടത്ത് എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ളവരെ മറൈൻ വേൾഡ് ഒട്ടും നിരാശപ്പെടുത്തില്ല. നിരവധി ഫോട്ടോ പോയിന്റുകൾ ഇവിടെയുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യം കണ്ട ഒരു ഫോട്ടോ പോയിന്റ്. ലൈറ്റൊക്കെ ക്രമീകരിച്ച് ഇവിടുന്ന് എടുത്തൊരു ഫോട്ടോ നോക്കൂ. നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന മത്സ്യങ്ങളെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇവിടെ ഏൽപ്പിച്ചാൽ മതി. നിങ്ങൾ ഈ അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് USA-കാരൻ മത്സ്യമാണ്. പ്ലാറ്റിനം ഗാർ എന്നാണ് പേര്. 50 വർഷമാണ് ജീവിതകാലം. 1.5 മീറ്റർ നീളം വയ്ക്കും. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മത്സ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി നമ്മളൊരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറും. ചെരുപ്പ് ഇതാ ഇങ്ങനെ ഊരി കയ്യിൽ പിടിക്കണം. ഈ ഗ്ലാസിൻ്റെ അടിയിൽ മത്സ്യമുണ്ട്. ഇരുട്ടായതുകൊണ്ട് മത്സ്യത്തെ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അരാപ്പൈമ എന്ന പേരുള്ള മത്സ്യമാണ് ഈ ടാങ്കിലുള്ളത്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സൗത്ത് അമേരിക്കൻ മത്സ്യമാണ്. 3 മീറ്റർ വരെ നീളം വയ്ക്കൂത്രേ. അവിടെ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ്. അതാണ് ആ കളർ കോമ്പിനേഷൻ. അയ്യോ എന്ത് രസമാതിനെ കാണാൻ. എൻ്റെ അമ്മോ, ഇയാള് പറഞ്ഞ പോലെ ഒരു സദ്യക്കുണ്ട്. ഇത് അടുത്ത ഒരു ഫോട്ടോ പോയിന്റ് ആണ്. ഇവിടുന്ന് എടുത്തൊരു ഫോട്ടോയും കാണാം. ഇങ്ങനെ പോവാം. നിങ്ങൾക്ക് ഫിഷ് സ്പാ ചെയ്യാൻ ഇഷ്ടമാണോ? അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഈ വെള്ളത്തിലേക്ക് അങ്ങ് കാല് വെച്ച് ഇരുന്ന് കൊടുത്താൽ മതി. ഇതെങ്ങനെയുണ്ട്? അക്വേറിയത്തിനുള്ളിൽ ഞാൻ നിൽക്കുകയല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? നടന്നു ക്ഷീണിച്ചാൽ ഒരു ചായ കുടിക്കാം, സ്നാക്സും കഴിക്കാം. ഉള്ളിൽ തന്നെ ഉണ്ട്. ഓരോ ഭാഗവും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേകം രീതിയിലാണ്. ചില്ലുകൂട്ടിലിട്ട് വെച്ച കുറേ മത്സ്യങ്ങളെ കാണുമ്പോൾ അതൊരു രസമില്ലല്ലോ. വ്യത്യസ്ത തീമുകളിലായിട്ടാണ് ഓരോ ഭാഗത്തെയും ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് മത്സ്യങ്ങളെ കാണുക മാത്രമല്ല ഇവിടുത്തെ ആംബിയൻസും കൂടി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും.
തിരണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ, കറുത്ത തിരണ്ടിയും ഡിസൈനുള്ള തിരണ്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്നോ റീജിയൻ സെറ്റപ്പാണ് ഒരുക്കിയിരിക്കുന്നത്. ഒറിജിനൽ സ്നോയും തണുപ്പും ഒന്നും ഇല്ലട്ടോ. ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അടിപൊളിയാക്കാം. വലുതും ചെറുതുമായിട്ട് 200ഓളം അക്വേറിയങ്ങൾ ഇതിനകത്തുണ്ട്. ഷാർക്സ്, സ്റ്റിംഗ് റേസ്, അരാപ്പൈമ, പിരാന, നക്ഷത്ര മത്സ്യം തുടങ്ങി ഏതാണ്ട് 300-ലധികം വെറൈറ്റിയിലുള്ള മത്സ്യങ്ങൾ ഈ അക്വേറിയങ്ങളിലെല്ലാം കൂടി ഉണ്ട്. ആകെ 3 ലക്ഷത്തിലധികം മത്സ്യങ്ങളുണ്ടത്രേ. ഈ ഭാഗത്ത് മത്സ്യങ്ങളെ നമുക്ക് കാണാനും നിരീക്ഷിക്കാനും മാത്രമല്ല തൊടാനും പറ്റൂ കേട്ടോ. അതൊരു പ്രത്യേകതയല്ലേ. ഫോട്ടോ എടുക്കാനും സൂപ്പറാണ്. ഇതാണ് ഇവിടുത്തെ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം. എനിക്ക് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുള്ള സുരേഷ് ബാബു മാഷാണിത്, കൂടെ ജയചന്ദ്രൻ മാഷും. ഈ വെള്ളത്തിൽ ഒരാളെ കാണുന്നില്ലേ, ഇവിടെ ക്ലീൻ ചെയ്യാണോ എന്തോ. ഈ അക്വേറിയം കാണാൻ ഇതിനു മുമ്പ് എനിക്ക് ഒരുപാട് അവസരം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വന്നിട്ടില്ല അന്ന്. ദുബായിൽ പോയപ്പോൾ ദുബായ് മോളിലെ അക്വേറിയം കണ്ടതാണല്ലോ. അപ്പോൾ അതിനേക്കാളും വലുതാവില്ല ഇവിടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വരാതിരുന്നത്. പക്ഷെ ആ ധാരണ തെറ്റാണെന്ന് ഇത്രയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ ദുബായ് മോളിൽ കണ്ട അക്വേറിയം വേറെ, ഇത് വേറെ, രണ്ടും രണ്ട് തന്നെയാണ്. ഇതും നമുക്ക് കാണാൻ മാത്രമുണ്ട്. അങ്ങനെ അക്വേറിയൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് വാഷ്റൂം ഉണ്ട്. മറ്റൊരു അട്രാക്ഷൻ കൂടി ഈ ഭാഗത്തുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ, മത്സ്യങ്ങളെ നമുക്ക് ഫീഡ് ചെയ്യാം. ആദ്യം ഇവിടുന്ന് കൈ കഴുകണം. ഒരു സ്റ്റാഫ് നമ്മുടെ കയ്യിൽ ഫുഡ് തരും. ഉരുണ്ട ചെറിയ ഗുളിക പോലെയുള്ള മണികൾ 4-5 എണ്ണൊക്കെ തരും. അത് നമ്മൾ ഇട്ട് കൊടുക്കാൻ വരുമ്പോഴേക്കും മീനുകൾ ഇതാ ഒന്നും തള്ളുവാണ് കേട്ടോ. എല്ലാവർക്കും ഒന്നും കിട്ടില്ല, സാമർഥ്യമുള്ളവർക്ക് കിട്ടും. അയ്യോ, ഇതിൻ്റെ വായ കണ്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൈ വെച്ച് ഇങ്ങനെ കൊടുക്കാൻ അവർ നമ്മളെ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഈ മീൻ വന്നിങ്ങനെ കടിക്കും. എനിക്ക് ഇവിടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഈ ഫിഷ് ഫീഡിങ് ആണ് കേട്ടോ. ഇതിനപ്പുറത്താണ് നമ്മൾ വന്നിറങ്ങിയത്. ഇതാ കണ്ടോ, വണ്ടി അവിടെയാണ് പാർക്ക് ചെയ്തിരുന്നത്. ഞാൻ അവിടെ വന്നപ്പോൾ കരുതിയത് ഇതാണ് എൻട്രൻസ് എന്നാണ്. പിന്നെ ഇതാ ഉപ്പിലിട്ട നെല്ലിക്കയും പൈനാപ്പിളും ക്യാരറ്റും മാങ്ങയും എല്ലാം കാണുമ്പോൾ ഉള്ളിലെ കുട്ടി അങ്ങോട്ട് ഉണരാണ്. അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പിലിട്ട പൈനാപ്പിൾ കഴിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് വീണ്ടും എൻട്രൻസിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. എൻ്റെ കൂടെ ഉള്ളത് സുജ, രാജശ്രീ, അജിത, മായ. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പഞ്ചവടി ബീച്ചിന് വളരെ അടുത്താണ് അക്വേറിയം. അക്വേറിയം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ചായ കുടിക്കണം എന്നായി. ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിച്ചു. പഴംപൊരി ഉണ്ടായിരുന്നു. ഞാൻ വന്ന ഗ്രൂപ്പിലുള്ളവരാണ് ഇവരൊക്കെ. പെൻഷനേഴ്സ് സംഘടനയായ KSSPUവിൻ്റെ ടൂറായിരുന്നു ഇത്. 56 വയസ്സ് വരെ പല മേഖലകളിൽ ജോലി ചെയ്തവർ.
റിട്ടയർമെന്റിന് ശേഷവും പെട്ടെന്ന് ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. ഒത്തുചേരലുകളും ഇതുപോലെയുള്ള യാത്രകളും ഞങ്ങളുടെ സന്തോഷമാണ്. എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ ആയിട്ട് തിരക്കിലായിട്ടുണ്ട്. ഞാനും ഒട്ടും കുറച്ചിട്ടില്ല. ബീച്ച് എപ്പോഴും ഒരു ഹരമാണല്ലോ. നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. സൂര്യൻ്റെ റിഫ്ലക്ഷൻ നനഞ്ഞ മണലിൽ എന്ത് ഭംഗിയാ അത് കാണാൻ. ഡാൻസ് ചെയ്യാനും അത് റീൽസ് ആക്കാനും ഞങ്ങളും ഒരു കൈ നോക്കി. കുറേയൊക്കെ ശരിയായിട്ടുള്ളൂ. എൻ്റെ കൂടെയുള്ള ഈ 5 പേരുണ്ടല്ലോ, തിരുവാതിരക്കളിയും ഡാൻസും ഒക്കെ ആയിട്ട് റിട്ടയർമെൻറ്റ് ജീവിതം സജീവമായിട്ട് നയിക്കുന്നവരാണ്. എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷേ നടുവേദനയും കാൽമുട്ട് തേയ്മാനവും എല്ലാം കാരണം എനിക്ക് അത്രയ്ക്കൊന്നും പറ്റുന്നില്ല. എന്നാലും ഇപ്പോൾ ഇവരുടെ കൂടെ ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. ഇത്തവണ കാല് നനയ്ക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. വേവ്സ് വരുമ്പോൾ പിറകിലേക്ക് തിരിഞ്ഞോടാനും രസമാണല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബീച്ച് വൈബും കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം വരിക്കാശ്ശേരി മനയിൽ പോയത് ഞാൻ ഇതിന് മുമ്പേ ഒരു വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലും കൊടുക്കാം, കണ്ടിട്ടില്ലെങ്കിൽ കാണണം. അപ്പോൾ ഞങ്ങൾ 56 കഴിഞ്ഞവരുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ ബൈക്ക് ഒരു ഗുമ്മില്ലല്ലോ. ബൈ.